ഈ ഒരു ബൗൾ മുതിര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായി ഒന്ന് കഴുകി അതിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്കിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഈ വെള്ളമെല്ലാം തന്നെ പോയി നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് നമ്മളതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഉഴുന്ന, നോർമലായിട്ട് തോലുള്ള ഉഴുന്നാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം പരിപ്പും, സാമ്പാർ പരിപ്പും, അതുപോലെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു 4-5 വെളുത്തുള്ളിയും, പിന്നെ കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ 4-5 തണ്ട് കറിവേപ്പിലയും, പിന്നെ വറ്റൽമുളകും, എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അവസാനം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആ ഒരു മുതിരൻ്റെ മുകളിൽ തന്നെ ഇട്ട് അതൊന്ന് ചൂടാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. ആ ചമ്മന്തിപ്പൊടി നമ്മൾ അരിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുക. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ മുതിര യൂസ് ചെയ്തിട്ട് ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഹെൽത്തിനും മുതിര വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക.